പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ സങ്കടം ഇതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്നാണ് ബൈബിൾ അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് സങ്കീർത്തകൻ പറയും, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കാത്തതാണ് എൻ്റെ സങ്കടം. അപ്പോൾ സങ്കടത്തിൻ്റെ പരിഹാരമാർഗവും എന്താ? ഇപ്പോൾ സങ്കീർത്തനം 77:10 സങ്കീർത്തനത്തിലാണ് ഈ വചനമുള്ളത്. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കാത്തതാണ് എൻ്റെ സങ്കടം. ഇപ്പം ചില കാര്യങ്ങൾ ഉണ്ടാകത്തില്ലേ? ഇപ്പം നമ്മളുടെ മനസ്സിലിപ്പോൾ വരുന്ന വിഷയം എന്താണ്? അത്യുന്നതൻ്റെ ശക്തി എങ്ങനെ ആവസിപ്പിക്കാൻ പറ്റും? കൃപാസന ധ്യാനങ്ങളെല്ലാം ആ രീതിയിലാണ്. ഹൗ ടു ഡു ഇറ്റ് എന്നാണ് എപ്പോഴും ധ്യാനചിന്ത പോണത്. എങ്ങനെയാണ് ഇപ്പം അനുഗ്രഹത്തിൻ്റെ സൂത്രവാക്യം അല്ലെങ്കിൽ കൃപയുടെ സൂത്രവാക്യം, അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം പറയണത് ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെ നമുക്ക് ബൈബിൾ തരുന്ന സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനും ഭൗതിക ആത്മീയ മേഖലകളിൽ കരുത്ത് പ്രാപിക്കാനും കഴിയും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ വചനം കുറച്ചുകൂടി അർത്ഥവത്തായിട്ട് വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴും ആണ്, ആ വിധത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ സങ്കീർത്തനം 77:10 അർത്ഥവത്താകണത്. എന്താണ് 77:10? അത്യുന്നതൻ്റെ ശക്തി ആവസിക്കാത്തതാണ് എൻ്റെ സങ്കടം. ഇത് ഒരു നിസ്സാര വചനമല്ല. നിസ്സാരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈബിളിൽ പല വചനങ്ങളുണ്ട്, പല തരത്തിലുള്ള ഗ്രേഡ് ഉണ്ട് വചനങ്ങൾക്ക്. അതിശക്തമായ കീവേഡ്സ് ഉണ്ട്. വെച്ചാൽ ചില കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? കീ, താക്കോല്. അതിട്ടാൽ ഒരു വാതിൽ തുറന്നാൽ അകത്തുള്ള എല്ലാ മുറികളും തുറക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില കീവേഡുകളുണ്ട്. അതുപോലെ ഒരു കീവേഡാണിത്, അത്യുന്നതൻ്റെ ശക്തി. കാര്യം ഒരു മനുഷ്യനിലേക്ക് ആവസിക്കാനും അവനെ പ്രയാസ സമയങ്ങളിൽ നിലനിർത്തി കൊടുക്കാനുമുള്ള ദൈവത്തിൻ്റെ ഒരു ഓപ്പറേഷൻ, ഒരു രീതി, പ്രവർത്തന രീതിയാണ് അത്യുന്നത ശക്തി ആവസിപ്പിക്കുക. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഏതാണ്ട് ഇതേ വചനം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ അത്യുന്നതൻ്റെ ശക്തിയുടെ പ്രത്യേക ധ്യാന പ്രസക്തി എന്ന് പറയുന്നത്. എന്താ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ പരിശുദ്ധ അമ്മയില്ലേ, സംഭവിക്കാത്ത ഒരു കാര്യം, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതെന്ന് മനുഷ്യന് തോന്നുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയോട് മംഗളവാർത്തയിൽ മാലാഖ പറയണത്. എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. അപ്പം അതിന് മറുപടി അമ്മ എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? എന്നുവെച്ചാൽ സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല. ഇപ്പം സംഭവിക്കാൻ സാധ്യത കാണാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി, ശേഷി, ശേമുഷി ഇങ്ങനെയൊക്കെ കൊണ്ട് അളന്നും തൂക്കിയും നമ്മൾ നോക്കിയാൽ സംഭവിക്കാൻ യാതൊരു സാധ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ നമ്മളുടെ അവസ്ഥ എന്ത് തന്നെയായാലും
ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദാനമുണ്ടെങ്കിൽ ദൈവത്തിന് ആ വാഗ്ദാനം നിറവേറ്റാനുള്ള പ്രൊവിഷൻസ്, സമാന്തര പ്രൊവിഷൻസ് ഉണ്ടാവും. ദൈവം എന്താ പറയണേ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അവിടെ പരിശുദ്ധാത്മാവിനാണ് ദൈവം വിളിക്കുന്നത് അത്യുന്നതൻ്റെ ശക്തി എന്ന്. നിന്നിൽ ആവസിക്കാം. അത്യുന്നത ശക്തിയുടെ സ്വാഭാവികമായ പ്രവണതയാണത്. ലൂക്കാ 1:35. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. അത് കേട്ട മറിയത്തിൻ്റെ പ്രത്യുത്തരം എന്തായിരുന്നു? Behold, the handmaid of the Lord. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന് പറയാനൊന്നേ ഉള്ളൂ. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. എങ്ങനെയുള്ള ദാസിയാണ്? കർത്താവിൻ്റെ ദാസിയാണ്. കർത്താവിൻ്റെ ഒരു വ്യക്തി കർത്താവിൻ്റെ ദാസിയായിട്ട് മാറണത് എങ്ങനെയാ? അമ്മയാണൊക്കെ നമ്മളെ പഠിപ്പിക്കണത്. എങ്ങനെയാ മാറണേ? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. അതാണ് സംഭവം. അതിപ്പം നമ്മളായാലും ഇപ്പം ലൂക്കാ 1:38 നമ്മൾ വരുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇപ്പോൾ വചനം നമ്മൾ നിറവേറ്റുമ്പോൾ ആണ് നമ്മൾ ആരാകണത്? സമർപ്പിതയാകണത്, കർത്താവിൻ്റെ ദാസിയാകണത്. ഈ വചനം നിറവേറ്റുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകമാകണത്. നമ്മൾ പരിശുദ്ധ അമ്മയെ എന്താ വിളിക്കുന്നത്? വാഗ്ദാന പേടകമേ എന്നാണ്. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിൽ ദൈവത്തിൻ്റെ വചനം കൽപ്പനകളിലാണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിൽ 2 വിധത്തിലാണ് ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ഒന്ന്, വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ, വചനം അത്യുന്നതൻ്റെ ശക്തിയായി അമ്മയുടെ ആത്മാവിൽ. അപ്പം അമ്മയാണ് സമ്പൂർണ്ണ വാഗ്ദാന പേടകം. അപ്പം അത്യുന്നതൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആവസിക്കാൻ അവൻ വാഗ്ദാന പേടകമായാൽ മതി. വ്യക്തിയെ വാഗ്ദാന പേടകമാക്കി ആ വാഗ്ദാന പേടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അത്യുന്നത ശക്തി ആവസിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. നല്ലവനായ ഈശോയെ, ഞങ്ങളെ ആ വചനത്തിൽ ആ വചനം നിറവേറ്റിക്കൊണ്ട് അത്യുന്നത ശക്തി ആവസിക്കുന്ന വാഗ്ദാന പേടകമായി ഞങ്ങളെ മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണ്. ഞങ്ങളുടെ കഴിവ് കൊണ്ട് നടക്കാത്ത വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കണത്. പലപ്പോഴും മാനുഷികമായ ശക്തി ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ജീവിതം നിറവേറ്റാൻ സാധിക്കാതെ വരുമ്പോൾ, നിന്റെ വചനം പാലിച്ച് ഞങ്ങളുടെ യോഗ്യത പ്രാപിച്ച് നിന്റെ കൃപയാൽ നിറഞ്ഞ അത്യുന്നത ശക്തി ആവഹിക്കപ്പെടുവാൻ എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ യേശുവേ. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി നമ്മുടെ ജീവിത മേഖലകളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, സമ്പൂർണ്ണ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, വചനം മാംസമായി അങ്ങിൽ അവതരിപ്പിച്ചതുപോലെ അത്യുന്നതന്റെ ശക്തി അമ്മയിൽ ആവസിച്ചതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകളിലേക്കും കൃപാസനം ഉടമ്പടി ധ്യാനത്തില്, മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും അഭിഷേകമായി ശക്തിയായി നിറയണമേ. ദൈവാത്മാവിൽ നിറയട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം, സന്തോഷത്തോടെ പാടാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി
എന്നിൽ നിറയട്ടെ. ചേർന്ന് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മശക്തി കർത്താവേ, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ, പ്രവാചകരിൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മയിൽ വന്ന് നിറഞ്ഞതുപോലെ കർത്താവേ, പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളില്, അവരുടെ തൊഴിൽ മേഖലകളില്, അവരുടെ ജീവിത സാഹചര്യങ്ങളില്, മക്കളുടെ വിദ്യാഭ്യാസ മേഖലയില്, സാമ്പത്തിക ഞെരുക്കങ്ങളില്, കടഭാരങ്ങളില് അഭിഷേകമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവേ, സ്തോത്രം. ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്യുന്നതന്റെ ശക്തി ആവശ്യിക്കാത്തതാണ് എൻ്റെ സങ്കടമെന്ന് നമ്മൾ സുവിശേഷ ശുശ്രൂഷ സമയം ധ്യാനിച്ചിരുന്നു. സങ്കീർത്തനം 77:10. ഓരോ സാക്ഷ്യങ്ങളും അത്യുന്നതന്റെ ശക്തി ആവശ്യിക്കുന്നതാണ്. അത്യുന്നത ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യിക്കുമ്പോൾ സൗഖ്യമായി മാറും. അത്യുന്നതന്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ ആവശ്യിക്കുമ്പോൾ ജോലി, വീട്, സ്ഥലം വിൽപ്പന, ഇങ്ങനെയുള്ള ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് ആയി മാറും. ഇനി അത്യുന്നത ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ആവശ്യിക്കുമ്പോൾ, ആത്മാവിലേക്ക് ആവശ്യിക്കുമ്പോൾ നിത്യത ലഭിക്കുന്ന രീതിയിലുള്ള ആത്മാവിൻ്റെ ഉപരിമഹത്വത്തിൻ്റെ കൃപയായി മാറും. നമുക്ക് അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിച്ച ഒരു സാക്ഷ്യം പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. എൻ്റെ പേര് ബിന്ദു മനോജ്. ചക്കിട്ടപാറ, കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ 6 നിയോഗങ്ങളാണ് മാതാവിന് ഉടമ്പടിയായിട്ട് വെച്ചിരുന്നത്. ഒന്ന്, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയായിരുന്നു. 20 വർഷമായ മദ്യപാനമായിരുന്നു. ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപിക്കുകയോ യാതൊരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു നിയോഗം വെച്ചിരുന്നത്. അവിടെ 2 കിഡ്നിയും തകരാറിലായിരുന്നു. അതായത് പിന്നെ 2 കിഡ്നി ചുരുങ്ങുന്നതായിരുന്നു. 12 വർഷത്തിന് ശേഷം അവൾ ഗർഭിണിയായി. അതായത് ഒക്ടോബർ മാസത്തിൽ അവൾ ഗർഭിണിയായി. ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് വിശേഷമുണ്ടെന്നുള്ളത് അറിയുന്നത്. അപ്പം അറിഞ്ഞ പാടെ ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ചിനെ കളയണം, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവൾ എന്ത് ചെയ്തു, അവൾക്ക് ഇത് അബോർഷൻ ചെയ്യുവാനുള്ള മെഡിസിനൊക്കെ എഴുതി കൊടുത്തു. അത് മേടിക്കാനുള്ള പൈസ അവളുടെ കയ്യിലില്ലായിരുന്നു. അന്ന് അവൾ വീട്ടിൽ ചെന്ന് ഒരു തീരുമാനം എടുത്തു, ഏതായാലും എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നാലും ഞാനൊരു കുഞ്ഞിനെ കളഞ്ഞിട്ടുള്ളൊരു ജീവൻ എനിക്ക് മുന്നോട്ട് വേണ്ട എന്ന് വിചാരിച്ച് അവൾ ആ ഇതുമായി മുന്നോട്ട് നീങ്ങി. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾ കളഞ്ഞില്ലേലും ഇത് തനിയെ അബോർഷനായി പോകും എന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു, ഞങ്ങൾ ഇതറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുഞ്ഞിനും അമ്മയ്ക്കും യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന്. ഈ ജൂൺ 10-ാം തീയതി അവളുടെ ഓപ്പറേഷനായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ തന്നു. അവൾക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവും ഇല്ല. 3-ാം ദിവസം അവളെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 കോടാനി കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും
ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിലും അത്യുന്നത ശക്തി ആവശ്യിച്ചിട്ടുള്ള എത്രയോ നിമിഷങ്ങൾ, ഇനിയും ആവശ്യിക്കേണ്ട ജീവിത അവസ്ഥകൾ, എനിക്കും അത്യുന്നത ശക്തിയുടെ സാക്ഷിയായി മാറാൻ, അത്യുന്നതിൻ്റെ ശക്തിയുടെ സാക്ഷ്യപേടകമായി മാറാൻ കർത്താവേ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷ്യം സാക്ഷ്യപേടകം, വാഗ്ദാനം വാഗ്ദാന പേടകം, പുതിയ നിയമത്തിൽ അൾട്ടിമേറ്റ് ആത്യന്തികമായ വാഗ്ദാന പേടകമാരാ? പരിശുദ്ധ കുർബാന. നിത്യവും നമ്മുടെ കൂടെ വസിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നത് സമ്പൂർണമായ വാഗ്ദാന പേടകം, അത്യുന്നതിൻ്റെ ശക്തിയുടെ ആവശ്യപ്പ് കേന്ദ്രം ദിവ്യകുർബാനയാണ്. ആ ദിവ്യകുർബാനയിലേക്കാണ് നമ്മൾ ആരാധിക്കാൻ പ്രവേശിക്കുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണന മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ. എല്ലാവരും ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണന മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാനസിക തകർച്ചകള്, അവസാദ രോഗങ്ങള്, ഉറക്കമില്ലാതെ നടക്കുന്നവര്, ജീവിതത്തിൻ്റെ പിരിമുറുക്കം മൂലം സമനില തെറ്റിയവര്, മനസ്സിൻ്റെ അസ്വസ്ഥ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദ അനുഗ്രഹത്തിനും സൗഖ്യത്തിനുമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, മാനസിക പിരിമുറുക്കം മൂലം ജീവിതം മടുത്തു കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ആരാധന. യോഗ്യനേശുവേ. കരങ്ങൾ വീശി ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വൈവാഹിക തടസ്സമുള്ളവരെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധമായ തിരുമുറുവാകുന്ന വരദകരത്താൽ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സന്താനരഹിതരെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, വൈവാഹിക തടസ്സങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, സ്തുതികൾക്കും ആരാധന, പുകഴ്ചയ്ക്കും ആരാധന, യോഗ്യനേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതമാർഗങ്ങൾ മുട്ടിപ്പോയവരെ, സാമ്പത്തികമായ ബാധ്യതകളാലും വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ പാടില്ല നട്ടം തിരിയുന്നവർ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിൽ ആ മക്കളെല്ലാം ഇപ്പോഴും ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അമ്മേ, ഈശോ അവർക്ക് മക്കളെ സ്പർശിക്കണമേ. മക്കൾക്ക് വഴിയും സത്യവും ജീവനുമായവനെ ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, തൊഴിൽ മേഖലകള് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരാധന, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന, ആരാധന. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുക. അത്യുന്നതന്റെ ശക്തി പരിശുദ്ധമ്മ ഹൃദയത്തിലും ആത്മാവിലും സ്വീകരിച്ചു. സമ്പൂർണ്ണ വാഗ്ദാന പേടകമായി അമേരിക്കൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര് അതെല്ലാം ഓർക്കണം. ഇതര സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉടമ്പടി ചെയ്തിട്ടുള്ളവരും തങ്ങളുടെ നിയോഗങ്ങൾ മുഴുവനും സമർപ്പിക്കണം. പരിശുദ്ധമ്മയിൽ നിറഞ്ഞ അതേ അത്യുന്നതന്റെ ശക്തി നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ആത്മാഭിഷേകത്തോടെ പെയ്തിറങ്ങുകയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, എങ്കിൽ നിന്ന് ശക്തി കർത്താവേ ഇപ്പോൾ നിർഗളിക്കണമേ. രോഗബാധിതരുടെ മേൽ, കുടുംബ സമാധാനമില്ലാത്തവരുടെ മേൽ, ഓട്ടിസം ബാധിച്ച മക്കളുടെ മേൽ, മാരക രോഗങ്ങൾ അടിമപ്പെട്ടിട്ടുള്ളവരുടെ മേൽ കർത്താവിന്റെ ശക്തി നിറയട്ടെ. സൗഖ്യം വർഷിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.